എവരിവൺ, വെൽക്കം ബാക്ക് ടു എല്ലാം ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറെ നാളായിട്ട് എന്നോട് ചോദിക്കുന്ന എഡിറ്റോറിയൽ അനാലിസിസ് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം ഡെയിലി ബേസിൽ ചെയ്യുന്നത് വളരെ ടഫായിട്ടൊരു കാര്യമാണ്. കാരണം ഞാനൊരു ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് ഇത് കൊണ്ടുതരാൻ. ഐ എം റിയലി ഹാപ്പി ടു ഡു ദിസ് ഫോർ യു. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിന് എഡിറ്റോറിയൽ അനാലിസിസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതായി ഞാൻ ഈ ന്യൂസ് പേപ്പറും തുറന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടി കുറച്ചായി. ന്യൂസ് പേപ്പറിന്റെ എല്ലാ എഡിറ്റോറിയൽസും വായിക്കണം, എല്ലാ ആർട്ടിക്കിൾസും വായിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതി വെക്കണം. ആൻഡ് സി, ഞാൻ അതെല്ലാം ടൈപ്പ് ചെയ്ത് ഒരു PDF പോലെ ആക്കി അതിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇതിന്റെ PDFും ന്യൂസ് പേപ്പർ, അത് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ഓഫ് ദ ന്യൂസ് പേപ്പർ ആൻഡ് PDF വിൽ ബി അവൈലബിൾ ഓൺ മൈ ടെലഗ്രാം ചാനൽ ഓൾറൗണ്ടർ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിത്ത് രേവതി എന്നാണ് ചാനലിന്റെ പേര്. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്താൽ അതിനകത്ത് ഇതിന്റെ PDFും പ്ലസ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഡെയിലി ചെയ്യാൻ പറ്റുമോ ചോദിച്ചവരോട് ഡെയിലി ചെയ്യാനെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറ്റത്തില്ല. സോ ഇന്ന് 23rd നിങ്ങൾ കാണുമ്പോൾ 22ാം തീയതിത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. സോ അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേ ആയിരിക്കും. വെനസ്ഡേ എന്ന് പറയുമ്പോൾ 25th 23rd 24th ന്യൂസ് പേപ്പറിന്റെ അനാലിസിസ് 25th ഉണ്ടാവും. പിക്ചർ ലെങ്ത് കൂടുതലേക്ക് എന്നാലും മുഴുവനും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, വളച്ച് കിട്ടുന്നില്ല. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് തോന്നിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കിൽ ഒന്ന് ഇന്ത്യ ബ്രസീൽ റെയർ എർത്ത് പാർട്ട്ണർഷിപ്പ് എന്നൊരു ടോപ്പിക്കാണ്. കാരണം അത് ഇന്ത്യയും ബ്രസീലും തമ്മിൽ സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ്. അവരുടെ കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ എന്തിന്റെ കാര്യത്തില്, റെയർ എർത്ത് മിനറൽസ് ആൻഡ് മൈനിങ്ങിന്റെ കാര്യത്തില്. ആൻഡ് ഇത് ആക്ച്വലി ഈ ഒരു എന്താ പറയുക, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഡൊമിനന്റ് സപ്ലയേഴ്സ് ആൻഡ് സ്ട്രെങ്തൻ ഗ്ലോബൽ സൗത്ത് കോപ്പറേഷന് വേണ്ടിയിട്ടാണ് അവർ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, സൈൻ ചെയ്തതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അതാണ്. മാത്രമല്ല, എന്തിനാണ് ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഉപയോഗം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് എസെൻഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ കൂടുതലും EV വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആവട്ടെ, ഇലക്ട്രോണിക് ഐറ്റംസ് ആവട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ റെയർ എർത്ത് മിനറൽസിന് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ബ്രസീലും ഇങ്ങനൊരു ഉടമ്പടിയിൽ ഒത്തുചേർന്ന് കയ്യൊപ്പിട്ടത്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഒരെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് അത് നിങ്ങൾ നോക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നവരാണ് നിങ്ങൾ മാപ്പ്, അതിപ്പോ UPSC ഒക്കെ പഠിക്കുന്നവരാണ് നിങ്ങൾ മാപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്തോണം. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ SSC ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ബാങ്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കറണ്ട് അഫയർസിൽ മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വന്നാൽ, അതും വളരെ റയറായിട്ട് ചോദ്യങ്ങൾ വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ എന്താ കിട്ടുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് വാക്കുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇനി ഗ്ലോബൽ ട്രേഡ് ആൻഡ് ടാരിഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടന്റ്. കാരണം US സുപ്രീം കോർട്ട് ടാരിഫ് റിലേറ്റഡ് ഡെവലപ്മെന്റ്സിനെ ട്രിഗർ ചെയ്യുന്ന ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു എമേർജിംഗ് കൺട്രീസിന്റെ ഇടയിൽ. അതിൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയാണ് ശരിക്കും ഗ്ലോബൽ ട്രേഡ് ടാരിഫ് ഷിഫ്റ്റ്സിനെ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ലൈക്ക് കാരണം ഒരു കാര്യമുണ്ട്, ഈ ടാരിഫ് ഡിസിഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ടും സപ്ലൈ ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ചെയ്യുന്നതാണെങ്കിലും എക്സ്പോർട്ടിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ടാരിഫ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. സോ അത് ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അഗെയിൻ അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഡൽഹി AI ഇമ്പാക്ട് സബ്മിറ്റ് ആൻഡ് AI ഗവർണൻസ് എന്നൊരു ആർട്ടിക്കിൾ ആണ്. അതിനകത്ത് ലൈക് ഇൻക്ലൂസീവ് ആൻഡ് ഡെമോക്രാറ്റിക് AI ഗവർണൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ച തന്നെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. സബ്മിറ്റ് ഡൽഹിയിലാണ് നടക്കുന്നത്. സോ അത് വളരെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാരണം നമ്മൾ AI യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കണം. കാരണം ഇന്നവേറ്റീവ് ആണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. സോ അത് മിസ്യൂസ് ചെയ്യാതെ അതിന്റെ മാക്സിമം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് അക്രോസ് ദ നേഷൻ ഇക്വിറ്റബിൾ ടെക്നോളജി എത്തിക്കുക എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കണം. ഇനി ഡൽഹി മീററ്റ് നമോ ഭാരത് കോറിഡോർ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കാരണം അതിനകത്ത് ഒരു ഫുൾ കോറിഡോർ എന്താ പറയാ, റീജിയണൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അർബൻ ട്രാൻസ്പോർട്ടിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യയുടെ ഒരു എന്താ പറയാ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ടു റെഡ്യൂസ് ടൈം, നമ്മുടെ ട്രാവൽ ടൈം ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൂടുതൽ പുഷ് ചെയ്യുന്ന പോലെയാണ് ഇന്ത്യ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്നതെന്നാണ് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഇനി ഹൈ വാല്യൂ വൊക്കാബുലറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് വേർഡുകൾ ഞാൻ പറഞ്ഞുതരാം. വേർഡ് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ വേർഡിന്റെ മീനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇംപ്ലിക്കേഷൻ എന്നൊരു വേർഡ് ഉണ്ട്, കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടൊരു വേർഡാണ് ഇംപ്ലിക്കേഷൻ. പോസിബിൾ എഫക്ട് ഓർ റിസൾട്ട് എന്നാണ് ഇതിന്റെ മീനിങ്. സിനണിമായിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺസിക്വൻസ് എടുക്കാം, ആൻഡ് ആന്റണിമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറെലവൻസ് എടുക്കാം. അതുപോലെയാണ് ഇൻക്ലൂസീവ്. ഈ വേർഡ് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡായിരുന്നു. അത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുക, ഒരു കോംപ്രഹെൻസീവ് എന്ന് വേണം നമുക്ക് സിനണിം പറയാം. ആന്റണിം ആവുമ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയാം. ദെൻ
ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, റിഡ്യൂസിങ് ഡിപ്പെൻഡൻസി, അതായത് നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ആവുക, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ കൈകടത്തുക, അത് ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു റിക്കവർ ക്വിക്ലി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ ദാറ്റ് ഇസ് എ വെരി ഈസി വേർഡ്. ഇനി കുറച്ച് ഫ്രേസസ്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് അറ്റ് എ ക്രോസ് റോഡ് എന്നൊരു ഫ്രേസ് ഞാൻ ഇതിനകത്ത് കണ്ടു. നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ ചോദിക്കാം. അറ്റ് എ ക്രോസ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഫേസ് ചെയ്യുന്നതിനാണ് അറ്റ് എ ക്രോസ് റോഡ് എന്ന് പറയാം. ദെൻ അടുത്ത കുറച്ച് ഇനി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇഡിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് ഇഡിയംസ് മാത്രം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇതില് ടു എ മൂഡ് പോയിന്റ്, ഓക്കെ ടു വേണ്ട, എ മൂഡ് പോയിന്റ്, അത് തുടങ്ങാം. എ മൂഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സബ്ജക്ട് ഓഫ് ലിറ്റിൽ ഓർ നോ പ്രാക്ടിക്കൽ റെലവൻസ്. അതായത് ഓൾറെഡി ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ഇത് ആക്ച്വലി ഒരു 112 സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെന്റൻസിനകത്ത് വന്നതാണ് മൂഡ് പോയിന്റ്, അത് നോക്കിക്കോണം. പിന്നെ ഇൻ ക്രോസ് ഹെയർസ്, ഇൻ ദി ക്രോസ് ഹെയർസ്, ഇന്ന് വേണ്ട ഇൻ ദി ക്രോസ് ഹെയർസ് പറയാം. ഇൻ ദി ക്രോസ് ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ക്രിറ്റിസിസത്തിനോ ഒരു ആക്ഷനോ വേണ്ടിയിട്ട് ഒരു കാര്യത്തെ എയിം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിനാണ് നമ്മൾ ഇൻ ദി ക്രോസ് ഹെയർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ IT സെക്ടറിനെ വീണ്ടും ക്രോസ് ഹെയർ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഈ ഇന്ത്യൻ IT സർവീസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ, അതായത് സംതിങ് വിച്ച് ഇസ് എയിംഡ് ഓർ ടാർഗറ്റഡ് ടു ബി ക്രിട്ടിസൈസ്ഡ്. ഓക്കെ, അതാണ് ഇൻ ദി ക്രോസ് ഹെയർസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറച്ച് വാക്കുകൾ ലോക്കസ് സ്റ്റാൻഡി, സുമോട്ടോ, സ്റ്റാറ്റസ് കോ, അൾട്രാവയർ, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ഇതൊക്കെ ലാറ്റിൻ ലീഗൽ ടേമുകളാണ്. ഇതൊക്കെ നമുക്ക് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അറ്റ് പ്രസന്റ് ഇവയൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇന്ന് വളരെ ചെറുതായിട്ടാണ് എടുത്തത്, കാരണം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടിന്റെ PDF മുഴുവൻ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം, ലൈക്ക് കൂടുതൽ വേർഡ്സ് ആണോ, കൂടുതൽ ഇഡിയംസ് ആണോ, സമ്മറി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണോ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ അനാലിസിസ് വീഡിയോ വേണ്ടത്, നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമ്മൾ വെനസ്ഡേ ആയിരിക്കും കാണാം. അപ്പൊ അന്ന് നമ്മൾ 23rd 24th ന്യൂസ് പേപ്പർ ഇട്ട് എത്തുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഭാഷ ബഹുവിശേഷം.